ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കരുത്തരായ പാൽമിറാസിന് കഴിഞ്ഞിരുന്നു. 1-4 ഗോളുകൾക്കാണ് ഇന്റർനാസിയോണലിനെ അവർ പരാജയപ്പെടുത്തിയത്. തിളങ്ങിയത് മറ്റാരുമല്ല, ബ്രസീലിയൻ യുവ സ്ട്രൈക്കറായ വിക്ടോർ റോക്കാണ്. ഈ മത്സരത്തിൽ ഹാട്രിക് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതായത് മത്സരത്തിന്റെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ ഫെലിപ്പെ ആൻഡേഴ്സന്റെ അസിസ്റ്റിൽ നിന്നും റോക്കിന്റെ ഗോൾ പിറന്നു. പിന്നീട് 23-ാമത്തെ മിനിറ്റിൽ ഫക്കുണ്ടോ ടോറസിന്റെ അസിസ്റ്റിൽ നിന്നും റോക്ക് 2-ാമത്തെ ഗോൾ നേടി. പിന്നീട് 42-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം ഹാട്രിക് പൂർത്തിയാക്കുന്നത്. ഗുസ്താവോ ഗോമസിന്റെ അസിസ്റ്റിൽ നിന്നും ഹെഡർ ഗോളായിരുന്നു വിക്ടോർ റോക്ക് സ്വന്തമാക്കിയിരുന്നത്. ഇങ്ങനെ ആദ്യ പകുതിയിൽ തന്നെ ഹാട്രിക് പൂർത്തിയാക്കാൻ വിക്ടോർ റോക്കിന് കഴിഞ്ഞിരുന്നു. നിലവിൽ മിന്നുന്ന പ്രകടനമാണ് വിക്ടോർ റോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിലെ അദ്ദേഹത്തിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 3 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്, 2 കീ പാസുകൾ, അതുപോലെ തന്നെ ആകെ 29 പാസുകൾ, അതിൽ 23 പാസുകളും അക്യുറേറ്റ് ആയിരുന്നു. ആകെ 5 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു, ടാർഗറ്റിലേക്ക് 3 ഷോട്ടുകൾ, 8 ഡുവലുകളിൽ 4 വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സോഫ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വരുന്നത് 9.6 ആണ്. അതായത് മികച്ച പ്രകടനം അദ്ദേഹം നടത്തി എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. മാത്രമല്ല, അദ്ദേഹം തന്റെ പഴയ മികവിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് പാൽമിറാസിൽ എത്തിയതിനു ശേഷം ആദ്യത്തെ മത്സരങ്ങളിൽ മികവ് കാണിക്കാൻ റോക്കിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ടീമുമായി അദ്ദേഹം ഇപ്പോൾ അഡാപ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാനത്തെ 7 മത്സരങ്ങളിൽ നിന്ന് 10 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഈ ബ്രസീലിയൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 6 ഗോളുകളും 4 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ മാസ്മരിക ഫോമിലേക്ക് താരം ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അത് തീർച്ചയായും ബ്രസീലിയൻ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.